ടി വി സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന കമ്പോണൻസ് നമുക്ക് ഒരു കടുകുമണിയേക്കാളും ചെറിയ കമ്പോണൻസ് അപ്പോൾ അത്രയും ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇത്രയും വലുതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും ഡാമേജ് നമുക്ക് നേക്കഡ് ഐ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത ഡാമേജസ് നമുക്കിതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. നമസ്കാരം, ടെക്സഞ്ചറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, 10ാം ക്ലാസ് പാസ്സായവർക്കും +2 പാസ്സായവർക്കും അതിന് മുകളിലോട്ട് ജോലിയില്ലാതെ പഠിച്ചിട്ട് ജോലിയില്ലാത്തവർക്കും ഒരു ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമുക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ ഒരു കോഴ്സാണിത്. അതായത് ഈ സ്ഥാപനം ഉള്ളത് നമ്മുടെ പട്ടത്താണ്. പട്ടത്ത് നമ്മുടെ LICയുടെയും നമ്മുടെ സ്പെൻസറിൻ്റെയും ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പഠിക്കുന്ന പിള്ളേർക്ക്, അതായത് ഇനി നമുക്ക് ഫ്യൂച്ചറിൽ എന്താവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഇപ്പോൾ ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമുക്ക് ഈ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഇവിടുത്തെ സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ചേട്ടാ, നമസ്കാരം. ചേട്ടാ, ഇതിപ്പം എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു, നമുക്കറിയില്ല, സാറിനെ അറിയാവുള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരണം. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥാപനത്തിൽ നമ്മൾ ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ റിപ്പയർ ട്രെയിനിങ്ങാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ തന്നെ വിവിധ തരത്തിലുള്ള 4 കോഴ്സുകൾ നമ്മൾ നിലവിൽ ചെയ്യുന്നു. അതിൽ ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ അഡ്വാൻസ് സ്മാർട്ട് ഫോൺ ടെക്നോളജി എന്നുള്ളൊരു കോഴ്സാണ്. അതെന്ന് പറഞ്ഞാൽ 4 മാസം ഡ്യൂറേഷനുള്ളൊരു കോഴ്സാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ബേസിക് ലെവൽ മുതൽ ഉള്ളൊരു കോഴ്സാണ്. ബേസിക് ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ മുതൽ സ്മാർട്ട് ഫോൺ റിപ്പയറിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. 4 മന്താണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th അല്ലെങ്കിൽ +2. അതിന് ഹയർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ +2 കഴിഞ്ഞ് അപ്പം പോളിടെക്നിക്ക് ചെയ്തവരുണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ചെയ്തവരുണ്ടാവും. എഞ്ചിനീയറിംഗ് ചെയ്തവർക്കാണെങ്കിലും പഠിക്കാം. എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്കില്ലല്ല നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു നോളജ് മാത്രമാണ്, മനസ്സിലായത്. അപ്പോൾ നമ്മളിവിടെ അങ്ങനെയല്ല, നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഈ കോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 4 മന്ത് ഡ്യൂറേഷനുള്ള കോഴ്സ് നമുക്ക് ഇതിൻ്റെ ബേസിക് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ കോഴ്സ് പാസ്സായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്കൊരു ടെക്നീഷ്യൻ ആവാൻ വേണ്ട ഒരു കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മെയിനായിട്ടുള്ളൊരു കോഴ്സാണ്. അതിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ വരുന്നത് NCVT സർട്ടിഫിക്കേഷനാണ്. അതായത് NCVT എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവരാണ് നമ്മുടെ ഈ ഡിപ്ലോമ കോഴ്സുകളൊക്കെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ആ ഒരു സർട്ടിഫിക്കേഷനുള്ള കോഴ്സാണ് നമ്മൾ ചെയ്തത്. കൂടാതെ നമുക്ക് ബാക്കിയുള്ളൊരു 3 കോഴ്സ് എന്ന് പറഞ്ഞാൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് അപ്ഗ്രഡേഷൻ എന്നുള്ള രീതിക്കുള്ള കോഴ്സുകളാണ് ബാക്കിയുള്ള 3 കോഴ്സുകൾ. അതിൽ ആൻഡ്രോയിഡിൻ്റെ CPU ലെവൽ ചെയ്യുന്ന കോഴ്സ്, അതായത് ഇപ്പോൾ അറിയാം, ഒരു ഫോണിൻ്റെ ഏറ്റവും ടോപ്മോസ്റ്റ് സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം CPU അല്ലെങ്കിൽ CPU എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതേപോലെ തന്നെയാണ് അതിൻ്റെ EMMC ഫ്ലാഷ് മെമ്മറി എന്നൊക്കെ കോഴ്സാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലെവൽ 3, ലെവൽ 4, അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു കോഴ്സാണത്. പിന്നെ വരുന്ന മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഐഫോൺ ചിപ്പ് ലെവൽ മാത്രം വരുന്നൊരു കോഴ്സാണ്. അപ്പോൾ ഐഫോൺ എന്ന് പറയുന്നത് അറിയാം, ഇപ്പം ആപ്പിളിനെ സംബന്ധിച്ചോളം അറിയാം, ഇപ്പം ഒരു പ്രീമിയം സെഗ്മെൻറ്റ് ഫോൺസാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്കില്ല് ആവശ്യമാണ്. നോർമലി ഉള്ള രീതിക്കല്ല അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ് എന്നുള്ള രീതിക്ക് അങ്ങനെ ഒരു ആപ്പിളിൻ്റെ ഐഫോൺ മാത്രം ഉള്ളൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ വരുന്ന 4ാമത്തെ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് എഡ്ജ് ഡിസ്പ്ലേ മാസ്റ്റർ ടെക്നീഷ്യൻ കോഴ്സാണ്. അതായത് നമ്മളിപ്പം പുതിയ സ്മാർട്ട് ഫോൺസിലൊക്കെ അറിയാം, സൈഡൊക്കെ കർവായിട്ട് വരുന്ന സ്ക്രീൻസൊക്കെ. അപ്പോൾ അതും നോർമലി ഒരു ടെക്നീഷ്യന് ചെയ്യാൻ പറ്റുന്നൊരു വർക്കല്ല. അപ്പോൾ അതും അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു കോഴ്സ്, അതായത് നമ്മുടെ ഈ എഡ്ജ് സ്പീഡൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം മെഷീനറീസ്, പ്രത്യേകം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. കൂടാതെ അതിൽ തന്നെ ആപ്പിൾ വാച്ച് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ആപ്പിൾ വാച്ചിൻ്റെ ഡിസ്പ്ലേ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ്, ആപ്പിൾ ഫോണുകളുടെ ഡിസ്പ്ലേ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ്, അങ്ങനെയുള്ളതിനൊക്കെ റെഡി 4ാമത്തെ സ്പെഷ്യൽ കോഴ്സ്. അങ്ങനെ മൊത്തം 4 തരത്തിലുള്ള കോഴ്സുകൾ നമുക്ക് നിലവിലുണ്ട്. നമുക്കിപ്പം നിലവിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഇപ്പം നിലവിലൊരു നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു 1 മന്ത് ആവുന്നതേ ഉള്ളൂ. 1 മന്ത് ആവുന്നേ ഉള്ളെങ്കിലും ഞാനൊക്കെ ഓൾമോസ്റ്റ് ഒരു 19 ഇയേഴ്സ് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, മനസ്സിലായത്. ഈ ഫീൽഡിൽ 19 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനാണ് ഇവിടെ കൂടുതലും ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. കൂടാതെ വേറെ നമുക്ക് സ്റ്റാഫുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് സിലബസ് കാര്യങ്ങൾ, ട്രെയിനിങ്ങിൻ്റെ ഷെഡ്യൂൾസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്.
അപ്പോൾ നമുക്കൊന്ന് ക്ലാസ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലാബാണ്. നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള വർക്കിൻ്റെ ട്രെയിനിങ് എല്ലാം നടക്കുന്ന ഇവിടെയാണ്. നമ്മുടെ ഈ 4 കോഴ്സുകളുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് നമ്മൾ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രം പ്രത്യേകം സെറ്റപ്പും അല്ലാതെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങിന് പ്രത്യേകം സെറ്റപ്പും അങ്ങനെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഫെസിലിറ്റി സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇത്രയും ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം വേറെ ഇല്ല. നമ്മൾ ഈ ചെയ്യുന്ന റേഞ്ചിലുള്ള കോഴ്സുകൾ ഒക്കെ വേറെ ആരും ചെയ്യുന്നില്ല നിലവിൽ തിരുവനന്തപുരത്ത്. നമ്മൾ ഈ ഫീൽഡിൽ അത്ര എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്കത് അത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ സബ്ജക്ട്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പോയിൻറ്റ്സ് പോലും വിട്ടുകൊടുക്കാത്ത രീതിയിൽ ഒരു കാര്യങ്ങളൊന്നും മിസ്സാവാത്ത രീതിയിലുള്ള രീതിക്കാണ് നമ്മൾ സിലബസ് എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നമുക്ക് തിയറി പാർട്ടും വരുന്നുണ്ടെങ്കിൽ പോലും കൂടുതലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതിപ്പം നമുക്കിപ്പം നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം ഇത് എത്ര ഒരു മാസമാണോ അത് 2 മാസമാണോ കോഴ്സ് ഇങ്ങനെ? അത് ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം ഉള്ള ഫുൾ കോഴ്സ്, അതായത് ഡിപ്ലോമ കോഴ്സ് എന്ന രീതിക്ക് ചെയ്യുന്ന കോഴ്സ് എന്ന് 4 മന്ത് ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണ്. അതിൽ കുറച്ച് ഭാഗം തിയറി ഉണ്ടാവും, ബാക്കി കൂടുതലും പ്രാക്ടിക്കൽ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ ഉള്ള ബാച്ചുകൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ആ ഒരു ഡേയ്സിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 ബാച്ചാണ് ഇപ്പം നമുക്ക് നിലവിലുള്ളത്. മോർണിംഗ് 10 to 1 ഒരു ബാച്ചുണ്ട്, ഈവനിങ് ആഫ്റ്റർനൂൺ ഒരു 2 to 5 ഒരു ബാച്ചുണ്ട്. പിന്നെ ഈവനിങ് വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അത് പ്രത്യേകം ബാച്ചായിട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പം ഡിസസംബ്ലിംഗ് ട്രെയിനിങ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അസംബ്ലിംഗ് ഡിസസംബ്ലിംഗ് അതിൻ്റെ ബേസിക് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പം മൊത്തത്തിൽ എത്ര പേർക്ക് ഇരിക്കാനുള്ള സിറ്റിംഗ് കപ്പാസിറ്റി? 10 പേർക്ക്. അതെങ്ങനെ ടൈം അനുസരിച്ചാണ് സാർ കോഴ്സ്? നോർമലി നമുക്ക് 2 ബാച്ചാണുള്ളത്. മോർണിംഗ് 10 to 1 പിന്നെ ഉച്ചയ്ക്ക് ശേഷം 2 to 5. ഓക്കെ. പിന്നെ ഓൺ റിക്വസ്റ്റ് നമ്മൾ ഈവനിങ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ജോലി കഴിഞ്ഞ് പറഞ്ഞവർക്ക്. ഓക്കെ. ഇതിൻ്റെ ടെക്നോളജി എന്താണിത്? ഇത് സംഭവം വേറൊന്നുമല്ല, ഇത് നമ്മൾ മൈക്രോസ്കോപ്പാണ്. മൈക്രോസ്കോപ്പുള്ളൊരു വർക്കിംഗ് സ്റ്റേഷനാണ്. ഇതിൽ നമുക്ക് ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന കമ്പോണൻസ് ഒക്കെ തന്നെയാണെങ്കിൽ ഇവിടെ ഈ TV സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന കമ്പോണൻസ് നമുക്ക് ഒരു കടുക് മണിയേക്കാളും ചെറിയ കമ്പോണൻസ്. അപ്പോൾ അത്രയും ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇത്രയും വലുതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും ഡാമേജ് നമുക്ക് നേക്കഡ് ഐ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത ഡാമേജസ് നമുക്കിതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അത് പോയിട്ട് വളരെ ചെറിയ കമ്പോണൻസും പാർട്സും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ജമ്പറിങ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് മാറ്റാനുള്ള ഫെസിലിറ്റീസ് ആയി. തീർച്ചയായും. നമ്മൾ കുറച്ച് മുമ്പ് ഇളക്കി റീപോൾ ചെയ്ത ഐസിയാണ്, അതിനെ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ്.
CP റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്തേക്കുവാണ്. ഇനി നമുക്കിത് വർക്കാവും ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഏത് ഫോണിൻ്റെയാണ്? പോക്കോ X2 എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പം നമ്മൾ CP റീബോൾ ചെയ്തു, ഫോൺ ഫിക്സ് ആയി, കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് മാറി, കസ്റ്റമറുടെ ഡാറ്റാസ് അടക്കം ഒന്നും പോകാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലിയില്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് പഠനം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാത്തവർക്ക് എന്തായാലും ഈ ഒരു മൊബൈൽ ടെക്നീഷ്യൻ്റെ കോഴ്സ് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇത് സാറ് പറഞ്ഞതുപോലെ ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്പെൻസറിൻ്റെ ഓപ്പോസിറ്റാണ്. ട്രിവാൻഡ്രം പട്ടം സ്പെൻസറിൻ്റെ ഓപ്പോസിറ്റ്, അതായത് LIC ഇരിക്കുന്നത് ആ ലൈനാണ്. പിന്നെ അതുമാത്രമല്ല നല്ലൊരു ടെക്നോളജി കോഴ്സാണ് കേട്ടോ. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇവിടെ ദൂരം നിന്ന് വരുന്നവർക്ക് ഇവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടോ സാറേ? ഹോസ്റ്റലും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.